യെസ്, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയ SDPI ഭീകരർ വിദേശത്തേക്ക് കടന്നതായാണ് സൂചന. സംഭവത്തിൽ 357 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിൽ DYFI നേതാവ് ഉൾപ്പെടെ 5 പേരാണ് പോലീസിന്റെ പിടിയിലായത്. അതേസമയം സംസ്കരണ കേന്ദ്രത്തിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ. ബുധനാഴ്ചയാണ് ഈ യോഗം നടക്കുക. വിവരങ്ങൾ അനഘ ഹർഷനാണ് നൽകുന്നത്. അനഘ, നമുക്കറിയാം ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് അവിടെ പ്രദേശവാസികളുടെ വലിയൊരു സമരം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമരത്തിലേക്ക് മതഭീകര ശക്തികൾ, പ്രത്യേകിച്ച് SDPI എന്ന് പറയുന്ന ഭീകര സ്വഭാവമുള്ള ഒരു സംഘടനയുടെ ഭീകരന്മാർ നുഴഞ്ഞു കയറുന്നു. പകൽ DYFIയും അല്ലെങ്കിൽ പകൽ മുസ്ലിം ലീഗും പകൽ കോൺഗ്രസും, രാത്രിയാകുമ്പോൾ SDPIയും ആകുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ശക്തികൾ കൂടി ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറുന്നു. അവർ പോലീസിനെ ആക്രമിക്കുന്നു, ഈ ഫാക്ടറിക്ക് തീവയ്ക്കുന്നു. അത്തരത്തിൽ അതൊരു വലിയ സംഘർഷമായി മാറുന്നു. അതായത് അവിടെ നടന്നുകൊണ്ടിരുന്ന സമരത്തിൻ്റെ ഒരു സ്വഭാവത്തെ മാറ്റിയത് ഈ മുസ്ലിം ഭീകരവാദികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇപ്പോൾ ഈ ഭീകരന്മാർ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു എന്ന നിഗമനത്തിലേക്കാണോ അന്വേഷണ സംഘം എത്തുന്നത്? അനഘ, മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഒരു അതിക്രമം ഉണ്ടാകുന്നത്, ആ കേന്ദ്രത്തിനെതിരെ സമരസമിതി അടക്കം ദിവസങ്ങളായി ഈ ഫാക്ടറിക്ക് അപ്പുറം മാറി വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സമാധാനപരമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ സമരത്തിന്റെ മുഖം മാറുന്നു. അതായത് അപ്രതീക്ഷിതമായി മുഖം മൂടി ധരിച്ച ഒരു സംഘം ആളുകൾ ഫാക്ടറിയിലേക്ക് എത്തുന്നു. ഈ ഫാക്ടറിക്ക് തീയിടുന്നു. ഫാക്ടറിക്ക് അകത്തുണ്ടായിരുന്ന 15ഓളം തൊഴിലാളികളുടെ ജീവന് പോലും അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ CPM ആദ്യം മുതൽ തന്നെ ഇത് SDPI പ്രവർത്തകരാണ് അല്ലെങ്കിൽ SDPI ഗുണ്ടകളാണ് എന്ന് CPM ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നത്. SDPI കാരണം ഈ സമരം നടത്തിയ കൂട്ടത്തിൽ ആരും തന്നെ ഇത്തരത്തിലുള്ള ആളുകളല്ല. അവരാരും തന്നെ ഇത്തരം അതിക്രമത്തിലേക്ക് കടന്നിട്ടുമില്ല. പിന്നെ ആരാണ് ഈ മുഖംമൂടി ധരിച്ച ക്രിമിനലുകൾ ഈ ഫാക്ടറിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ SDPIയുടെ ക്രിമിനലുകൾ ആ ഫാക്ടറിയിലേക്ക് എത്തുകയും അവിടെ തീയിടുകയും 15ഓളം ഫാക്ടറിക്കകത്തുണ്ടായിരുന്ന 15ഓളം തൊഴിലാളികളെ ഈ കൊല്ലാൻ ശ്രമിക്കുകയും അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. മറ്റൊന്ന്, ഈ അതിക്രമം അഴിച്ചുവിട്ട ഈ SDPIയുടെ ക്രിമിനലുകൾ മുഴുവൻ ഈ വിദേശത്തേക്ക് കടന്നു എന്നൊരു വിവരം കൂടിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം, ഇന്നലെ 341 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതിൽ 5 പേർ, DYFI നേതാവ് അടക്കം 5 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിന് ഇന്നലെ അറസ്റ്റിലായ ഫെഹറുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി മലപ്പുറത്ത് നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ മലപ്പുറം സ്വദേശിയാണ്. ഈ മലപ്പുറം സ്വദേശി എന്തിന് കോഴിക്കോട് പ്രാദേശികമായി നടക്കുന്ന ഒരു സമരത്തിന് ഇയാൾ എന്തിന് പങ്കെടുക്കുന്നു, എന്തിന് വരുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. അത് തന്നെയാണ് SDPIയിലേക്ക് SDPI ആണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ ശരിവെക്കുന്നതിലേക്ക് എത്തുന്നത് എന്നതാണ്. കാരണം പ്രാദേശികമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒരു പ്രദേശത്തെ ആളുകൾ, കോഴിക്കോട് പോലുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്തെ ആളുകൾ നടത്തുന്ന ഒരു സമരം, ഒരു ഫാക്ടറിക്കെതിരെയുള്ള സമരം, ആ സമരത്തിലേക്ക് മലപ്പുറത്തുള്ള ആളുകൾ നടത്തുന്ന ഒരു സമരം, ഒരു ഫാക്ടറിക്കെതിരെയുള്ള ഒരു സമരം, ആ സമരത്തിലേക്ക് മലപ്പുറത്തുള്ള ഒരാൾ എത്തുന്നു. അയാൾ ഈ സമരത്തിൽ അതിക്രമം നടത്തുന്നു. അതുകൂടി കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തണം എന്നൊരാവശ്യം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല, കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളാണ് ഈ അതിക്രമം കാണിച്ചതും ഫാക്ടറിക്ക് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതുമൊക്കെ. അതൊക്കെ തന്നെ SDPI ക്രിമിനലുകളാണ്, SDPI ഗുണ്ടകളാണ് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, അതായത് CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞത് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് SDPI ഭീകരരാണ് എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തവരിൽ DYFIയുടെ വളരെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ആളുകളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആലപ്പുഴയിൽ G സുധാകരനെ പോലെയൊക്കെയുള്ള നേതാക്കൾ പറയുന്ന കാര്യം ശരിവെക്കുന്നതാണ് ഈ സംഭവം. അതായത് പകൽ സമയത്ത് DYFI, രാത്രിയായി കഴിഞ്ഞാൽ SDPI. ഇത് വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. പകൽ മതേതരത്വത്തെ പറ്റി പ്രസംഗിക്കുക, രാത്രിയായി കഴിഞ്ഞാൽ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പല SDPIക്കാരും DYFIയിലേക്ക് നുഴഞ്ഞു കയറി. ആലപ്പുഴയിലെ DYFI അല്ലെങ്കിൽ CPM നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിമിനലുകളാണ്, വർഗീയവാദികളാണെന്ന് G സുധാകരനൊക്കെ പറയാതെ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ചിരിക്കുന്നത്. അതായത് SDPI എന്ന ഇസ്ലാമിക ഭീകര സംഘടന നടത്തിയിരിക്കുന്ന ഒരു ആക്രമണം, ആ ആക്രമണത്തിൽ പോലീസ് പിടിക്കുന്നതിൽ പലരും പകൽ സമയത്ത് DYFIയുടെ ചുമതലകൾ വഹിക്കുന്നവരാണ്.
തീർച്ചയായും അതായത് CPM ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതായത് ഈ ഫാക്ടറി അടിച്ചു തകർത്തത് അത് SDP ആണ് എന്ന് CPM തന്നെ പരസ്യമായി പറയുന്നു. പക്ഷേ ഈ അടിച്ചു തകർത്തതിൽ ആദ്യം ഈ കേസിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് അത് DYFI പ്രദേശത്തെ DYFI പ്രവർത്തകരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവർ ഗൗതം പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. ഈ SDPI പ്രവർത്തകർ പലരും അവർ ഈ CPM-ന്റെ പകൽ സമയത്ത് CPM-ഉം രാത്രികാലങ്ങളിൽ SDP-യുമാണ് എന്ന കാര്യം ശരിവെക്കുന്നതാണ്. അതായത് CPM പറയുന്നു SDPI പ്രവർത്തകരാണ് ഫാക്ടറി അടിച്ചു തകർത്തത് എന്ന്. പക്ഷേ അറസ്റ്റിലാകുന്നത് CPM-ന്റെ പ്രവർത്തകർ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് SDPIയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ അതിൽ കൂടി പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ CPM-ൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം തീർച്ചയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ഫാക്ടറിയിൽ ഏകപക്ഷീയമായി ഇത്തരത്തിലൊരു അതിക്രമം അഴിച്ചുവിട്ട SDPI ക്രിമിനലുകൾ വിദേശത്തേക്ക് കടന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം. കാരണം കോഴിക്കോട് നടന്ന ഒരു സംഭവം, മലപ്പുറത്ത് നിന്ന് പലരും ഇവിടേക്ക് എത്തുന്നു, അവർ അതിക്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. അത് SDP എന്തിന് ഇത്തരത്തിലൊരു അതിക്രമം നടത്തി, ഇതിൽ അവർക്ക് എന്താണ് പങ്ക്, എന്താണ് ബെനിഫിറ്റ്, ആരാണ് ഇതിന് പുറകിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അന്വേഷിക്കപ്പെടണം. ഗൗതം, അത് തന്നെയാണ്, വളരെ പ്രസക്തമായ വിഷയമാണ്. ഫ്രഷ് കട്ടിനെതിരെ വളരെ സമാധാനപരമായി നടന്ന ഒരു സമരത്തിലേക്കാണ് SDPI പോലെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകൾ നുഴഞ്ഞു കയറുകയും പോലീസിനെതിരെ വലിയ അതിക്രമം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും അനഘ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ SDPI ഭീകരന്മാർ പല ഗൾഫ് രാജ്യങ്ങളിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമുള്ളൊരു വിഷയം, CPM ഉന്നയിക്കുന്നത് SDPI ആണ് ഈ ആക്രമണം നടത്തിയത് എന്ന് പറയുമ്പോൾ CPM-ന്റെയും DYFI-യുടെയും പല ആളുകളും ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ CPM-നെതിരെ വളരെ വർഷങ്ങളായി തന്നെ കേരളത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം CPM-നകത്തേക്ക് ഇസ്ലാമിക ഭീകര ശക്തികൾ നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിലൊക്കെ G സുധാകരനൊക്കെ പറയാതെ പറയുന്നത് ഇതുതന്നെയാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കോഴിക്കോട് സംഭവിച്ചിരിക്കുന്നത്. SDPI-യുടെ പല ക്രിമിനലുകളും പകൽ സമയത്ത് DYFI ആയി CPIM ആയി പെരുമാറുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട സംഭവ വികാസം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോഴിക്കോട് നിന്നും ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് നൽകിയത് അനഘ ഹർഷൻ.